ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തും നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉടലെടുക്കുന്നുണ്ട്. ജന്മന നമുക്ക് കിട്ടിയ മനസാക്ഷിയും ഈ ലോക ജീവിതം നമുക്ക് സമ്മാനിച്ച ലോകസാക്ഷിയും തമ്മിൽ. എൻ്റെ ആദ്യത്തെ പെണ്ണാണല്ലോ കേട്ടോ. എനിക്കിഷ്ടമായി. ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറയണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ലിൻസി പറഞ്ഞത്. എനിക്കും റോബിനെ ഇഷ്ടമായി. പക്ഷേ എന്നെ കെട്ടുന്നവൻ നിർബന്ധമായി അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പറയാനാണ് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ഫ്രാങ്കായ ഒരാളാണ്. ലിൻസിക്ക് എന്നോട് എന്തോ ഓപ്പണായിട്ട് പറയാം. ഞാനത് പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. എനിക്ക് നേരത്തെ ഒരാളുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനിയൊരു തീരുമാനം എടുക്കേണ്ടത് റോബിനാണ്. തീരുമാനം എന്തായാലും എന്നെ തന്നെ വിളിച്ചറിയിക്കണം കേട്ടോ. നല്ലോണം ആലോചിക്കണം കേട്ടോ. എന്താ ഇപ്പൊ പ്രശ്നം? എടാ, നേരെ നോക്കി സെക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരു പെണ്ണ് പറയാന്ന് വെച്ചാ അവളെയൊക്കെ കെട്ടാൻ പറ്റുമോ? അതിനിപ്പോ എന്താ? അവൾക്കും ഒരു പേഴ്സണാലിറ്റി. അവൾക്ക് പറയാനുള്ള അവൾ സ്ട്രോങ് ആയി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഇതൊക്കെ അറിഞ്ഞോണ്ട് എങ്ങനെയാടാ കെട്ടുക? അതിനെന്താ? അവളുടെ ശരീരത്തിലല്ലേ കളങ്കമുള്ളൂ, മനസ്സിലില്ലല്ലോ. മനസ്സിലില്ലാത്ത എത്ര ഉറപ്പ്? അതിപ്പോ ഏത് കാര്യത്തിലാണ് ഉറപ്പുള്ളത്? ഇപ്പൊ നീ ഇവിടെ ഉപേക്ഷിച്ച് വേറെ എത്തി നോക്കുന്നു. അവൾ ആരൊക്കെ കൂടെ പോയതാന്ന് ആർക്കറിയാം. ഇവിടെ അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചില്ല. ബാക്കിയുള്ളവർ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നതാണ്. അവളെ നിനക്കത്ര ഇഷ്ടപ്പെട്ടതല്ലേ? ഏതായാലും നന്നായിട്ടൊന്ന് ആലോചിക്കും. നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. അത്യാവശ്യം സോഷ്യലായി ഇത്രയും നാൾ ജീവിച്ചതുവാ. വേറൊരുത്തൻ്റെ കൂടെ കിടന്നവളെ സ്വീകരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ലടാ. എന്റെ പൊന്നടാവേ, ശരീരത്തിലൊന്നുമല്ല വിർജിനിറ്റി. നമ്മളെപ്പോലെ വിദ്യാഭ്യാസം ഉള്ളവരെങ്കിലും മനസ്സിലാക്കണ്ടേ? അവൾക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാമായിരുന്നു. ഇതുവരെയുള്ളെല്ലാം തുറന്നു പറഞ്ഞ് ക്ലിയറാക്കി നല്ലൊരു ഫാമിലി ലൈഫ് അവൾ ആഗ്രഹിച്ചു. അത് അവളുടെ മാന്യത. എടാ, നീ പറയുന്നത് ഐഡിയൽ തോട്ടാണ്. അതിന് ചില മാനുഷിക പരിമിതികളുണ്ട്. എന്ത് പരിമിതി? ലോകത്തുള്ള എല്ലാ ആണുങ്ങളും ചെയ്യുന്നല്ലേ ഇതൊക്കെ? നീയും ചെയ്തിട്ടുണ്ടാവില്ലേ? എടാ, ലോകം ഉണ്ടാക്കിയൊരു ദുഷിച്ച മനസ്സാണ് അവളെ സ്വീകരിക്കൽ നിന്നെ ഇപ്പൊ പിന്തിരിപ്പിക്കുന്നു. ശരിയാ, പല ആണുങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നീ പറഞ്ഞ പോലെ ലോകം തന്നെ ഉണ്ടാക്കിയ മനസ്സാ. പക്ഷെ എന്ത് ചെയ്യാനാ? ഞാനിവിടെ ജനിച്ചു പോയില്ലേ, ഇത്രയും നാൾ വളർന്നു പോയില്ലേ. ഒരാണല്ലേ ഞാൻ നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇവളുടെ കൂടെ കിടന്നവനെ ഫേസ് ചെയ്യേണ്ടി വന്ന, അല്ല ഇതറിയാവുന്ന കുറേ പേരെ ഫേസ് ചെയ്യേണ്ടി വന്ന, അവരെന്നെ നോക്കി ചിരിക്കില്ലേ? അവരുടെ മുന്നിൽ ഞാൻ ഒരു ഊളനായി പോയില്ലേ ജീവിതകാലം മുഴുവൻ? അതെന്നെ ഞാനിടപെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും പിന്നിലേക്ക് വലിക്കും. എൻ്റെ ലൈഫിനെ തന്നെ വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. നീ എന്തിനാണ് സൊസൈറ്റി എത്ര പേടിക്കുന്നത്? നിനക്ക് എന്നെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിയാ പോരെ? എന്തുകൊണ്ട് തോന്നിക്കൂടാ? നിനക്കറിയാലോ ഞാൻ ഈ സൊസൈറ്റിയായിട്ട് എത്രമാത്രം ബന്ധപ്പെടുന്നതെന്ന്. യു നോ മൈ കോണ്ടാക്ട്സ് വെരി വെൽ. ഒരു ദിവസം ഇവരെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാനും എൻ്റെ ഭാര്യയും മാത്രം മതി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കാൻ പറ്റും.
പറ്റില്ല. അത് മാത്രമോ, അവളോട് ഓരോ തവണ ഞാൻ സെക്സ് ചെയ്യുമ്പോഴും എനിക്കിത് ഓർമ്മ വരും. വന്നു പോകൂടാ, ബിക്കോസ് ഐ ആം എ ഹ്യൂമൻ. അതെൻ്റെ ഫ്യൂച്ചർ ലൈഫിനെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്ന് നിനക്ക് മനസ്സിലാക്കാമല്ലോ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ നോ കമന്റ്സ്. ശരിയാ, നീ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവളെ വിട്ടിട്ട് വേറൊരുത്തിയെ സ്വീകരിച്ച ചിലപ്പോൾ അവൾ ഇതിൽ കൂടുതൽ പേരുടെ കൂടെ കിടന്നിട്ടുണ്ടാവും. ഇവളേക്കാ വലിയ ഫ്രോഡും ആയിരിക്കും. പക്ഷെ അതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അറിയാത്തിടത്തോളം കാലം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടാവാൻ പോകുന്നുമില്ല. അപ്പോ അവള് തുറന്നു പറയാൻ പോയത് അപ്പൊ കുഴപ്പമായത്? അതെ, നിർഭാഗ്യവശാ അത് തന്നെയാ കുഴപ്പമായത്. പറഞ്ഞില്ലായിരുന്നു, ഞാൻ അറിയത്തില്ലായിരുന്നു. ഒന്നും അറിയാത്ത പോലെ എനിക്ക് ബിഹേവ് ചെയ്യായിരുന്നു. അപ്പോ യെസ്, ഞാൻ അവളെ റിജക്റ്റ് ചെയ്യാൻ പോകണം. ഹലോ ഹലോ ലിൻസി, സോറി, എനിക്ക് റിലേഷനിൽ താല്പര്യമില്ല. ഇതാ ഒരു ക്വസ്റ്റ്യൻ. നിനക്കിഷ്ടമുള്ള പെണ്ണിനൊപ്പം സെക്സ് ചെയ്യാൻ നിനക്ക് ചാൻസ് കിട്ടുക, ഒരാളും അറിയില്ല എന്ന് ഉറപ്പ്, അവക്കും കുഴപ്പമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല, നീ ചെയ്യില്ലേ? ചെയ്യുമായിരിക്കും എന്നല്ല, ചെയ്യും. ഇന്നത്തെ കാലത്തെ 99% ആളുകളും ചെയ്യും. എടാ, നമ്മൾ പോലും ചെയ്തു പോയേക്കാവുന്ന ഒരു കാര്യം, അത് ചെയ്തതിന് മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്താലുണ്ടാവുന്ന കുറ്റബോധം അവളെ സ്വീകരിച്ചാൽ നിനക്കുണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളില്ലേ, അതിനേക്കാളൊക്കെ 10 മടങ്ങായിരിക്കും. അപ്പോൾ ഞാനിവിടെ സ്വീകരിക്കണമല്ലേ? യെസ്, നിന്റെ മനസാക്ഷി ജയിക്കണം.